മാസങ്ങളായിട്ട് ഡയറ്റ് ചെയ്യുവാണ്. മധുരം ഒഴിവാക്കി ചോറ് കുറച്ചു, എക്സസൈസും ചെയ്യുന്നുണ്ട്, എന്നിട്ടും 1 കിലോ പോലും കുറയുന്നില്ല. ഇതിന്റെ പിന്നില് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കാം. എന്തുകൊണ്ടാണ് നല്ലപോലെ ഡയറ്റ് എടുത്തിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് വെയിറ്റ് കുറയാത്തത്? എങ്ങനെയാണ് ശരിയായ രീതിയിൽ വെയിറ്റ് കുറയ്ക്കേണ്ടത് പറഞ്ഞു തരാം. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 14ാമത്തെ വീഡിയോ ആണ്. ഈ സീരീസ് മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. വെയിറ്റ് ലോസ് കാലറീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്, ഹോർമോൺസിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടി കൂടിയ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഈ കൂടിയ അളവിലുള്ള ഇൻസുലിൻ ബോഡിയെ ഒരു ഫാറ്റ് സ്റ്റോറേജ് മോഡിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല, ഈ സ്റ്റോർ ചെയ്ത ഫാറ്റ് തിരിച്ചു ബേൺ ചെയ്യാനും ബോഡിക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ പറയുന്നത്, ഞാൻ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ, ഞാൻ വെയിറ്റ് നിയന്ത്രിക്കാനായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്റെ വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ ആദ്യം കുറച്ച് കുറഞ്ഞു പിന്നെ വെയിറ്റ് അവിടെ തന്നെ സ്റ്റക്കാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നിയന്ത്രിക്കാതെ ഡയറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ശരിയായി വെയിറ്റ് കുറയണമെന്നില്ല. മറ്റൊരു കാര്യം, ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വാട്ടർ വെയിറ്റ് കുറയും, പിന്നീട് അങ്ങോട്ട് വെയിറ്റ് കുറയണമെന്നില്ല. മാത്രമല്ല, മസിൽ ലൂസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഡയറ്റ് ഒന്ന് പുറത്തു വരുമ്പോൾ ആ ലൂസ് ആയ വെയിറ്റ് വീണ്ടും കയറുന്നതായിട്ടും കാണാം. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ മീലിലും സഫീഷ്യന്റ് എമൗണ്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നേരം വയർ നിറഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ മസിൽ ലോസ് ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, സ്ട്രെങ്ത് ട്രെയിനിങ്ങും വാക്കിങ്ങും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മസിൽ മാസ് വർദ്ധിക്കും തോറും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടും. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഉറക്കമാണ്. 7 മുതൽ 8 മണിക്കൂറുള്ള സുഖകരമായ ഉറക്കം ഉണ്ടാവുന്നത് നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന പ്രധാന കാര്യമാണ്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് മാത്രം ഫോക്കസ് ചെയ്യരുത്. വെയിസ്റ്റ് സർക്കംഫറൻസ്, തൈ സർക്കംഫറൻസ് ഇതെല്ലാം നോക്കണം. അതിലുള്ള മെഷർമെന്റ് വ്യത്യാസങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ എനർജി ലെവൽ, ഷുഗർ ക്രേവിംഗ് എന്നിവ ബെറ്റർ ആവുന്നോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വെയിറ്റ് ലോസിന് നമ്മളെ സമീപിക്കുന്ന പേഷ്യൻസിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അവർക്ക് PCOS ഉണ്ടോ, അവരുടെ തൈറോയിഡ് ലെവൽസ് എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ, സ്ലീപ്പ് പാറ്റേൺസ് എങ്ങനെ, ആഹാര രീതികൾ എങ്ങനെ എന്നെല്ലാം നോക്കി ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുമ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരുടെ എനർജി ലെവൽസ്, ഷുഗർ ക്രേവിംഗ്, മറ്റു പല സിംറ്റംസും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ.